ഹായ്, എല്ലാവർക്കും AZB അക്കാഡമിയുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? LP-UPയുടെ നോട്ടിഫിക്കേഷൻ ഇങ്ങ് എത്താറായി. നിങ്ങൾ വല്ലതും പഠിച്ചോ? യോഗ്യത എന്താണെന്നൊക്കെ അറിഞ്ഞോ? അതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, യോഗ്യതയിൽ യാതൊരുവിധ മാറ്റവും ഇല്ല എന്ന് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും അല്ലേ? യോഗ്യത നമ്മുടെ കഴിഞ്ഞ വർഷത്തെ യോഗ്യത തന്നെയാണ്. കേറ്റിറ്റ്, TTC, DED 1 കാറ്റഗറി 1, 2 ഈ യോഗ്യതയാണ് കേട്ടോ. LP തലത്തിൽ 1 മുതൽ എത്രയാണ് 4 വരെയുള്ള ക്ലാസ്സുകളിൽ TTC ഓർ DED കേറ്റിറ്റ് 1 കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ UP തലത്തിലേക്ക് വരുമ്പോൾ എന്താണ് 5 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളാണ്. അവിടെ ഒരു വിഷയം എന്നുള്ളത് എന്താണ്, നമ്മൾ TTC-കാരോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ടോ, BED-കാരും കൂടി മത്സരിക്കുന്നുണ്ട്. BED-കാരും കൂടിയാണ് UP തലത്തിൽ മത്സരിക്കുന്നത്. അവിടെ എന്താണ് TTC, കേറ്ററ്റ് കാറ്റഗറി 2, BED, സെറ്റ് എന്നീ യോഗ്യതകളുള്ളവർക്ക് എന്ത് ചെയ്യാം, UP തലത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കിക്കേ, അതുപോലെ തന്നെ PSC കുറെ നാളുകൊണ്ട് പറയുന്നു യോഗ്യതയിൽ ഒരു മാറ്റം വരുത്തണം എന്നുള്ളത്. ഡിഗ്രി യോഗ്യതയാക്കണം, LP-UPക്ക് മിനിമം യോഗ്യത ഡിഗ്രി ആക്കണം എന്നൊരു വ്യവസ്ഥ PSC ശുപാർശ ചെയ്യുന്നുണ്ട്. പക്ഷെ ഖാദർ കമ്മിറ്റി അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിലും അത് ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല, നിലവിൽ വന്നിട്ടില്ല. പക്ഷെ 2030 എന്ത് ചെയ്യും, ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരും എന്നറിഞ്ഞുകൊണ്ട് ഡിഗ്രി ഇല്ലാത്തവർ എന്ത് ചെയ്യുക, ഈ വർഷത്തെ വരാനിരിക്കുന്ന 2026 വരാനിരിക്കുന്ന ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി വളരെയധികം തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയൊരു അവസരം തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം, ഒട്ടും സമയമൊന്നും വൈകിട്ടില്ല. നമുക്ക് എന്താണ് പഠിച്ചു തുടങ്ങിയാലും നമുക്ക് എന്താ പരീക്ഷ ആവുമ്പോഴത്തേക്ക് ഒരു 2-3 റിവിഷൻ കഴിഞ്ഞ് സിലബസ് ഒക്കെ പൂർത്തിയാക്കി പഠിച്ച് നമുക്ക് എന്താണ് എക്സാമിനെ ഇങ്ങനെ കാത്തിരിക്കാം. എക്സാം വന്ന് എന്താണ് ആ OMR ഒക്കെ ഒന്ന് കറപ്പിച്ച് 100-ൽ 100 മാർക്കും വേണ്ട, ഒരു 90 മാർക്കെങ്കിലും മേടിച്ച് എന്താണ് ആദ്യത്തെ 100 പേരുടെ മെയിൻ ലിസ്റ്റിനകത്ത് എന്താണ് നമ്മുടെ രജിസ്റ്റർ നമ്പരും പേരും ഒക്കെ വന്ന് ആ പോസ്റ്റ്മാൻ എന്താണ് നമ്മുടെ വീട്ടിലേക്ക് ആ ഒരു ബൈക്കിന്റെ ശബ്ദത്തിലൊക്കെ വന്ന് ബൈക്ക് ഹോണൊക്കെ അടിച്ചിട്ട് എന്താ പറയുന്നത്, ഇന്നാരുണ്ടോ വീട്ടില്, അവർക്ക് എന്താണ് അഡ്വൈസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നിട്ടുണ്ട്. നിങ്ങൾക്കും ഇല്ലേ സ്വപ്നങ്ങളൊക്കെ? ഞാനിപ്പോഴേ സ്വപ്നം കണ്ടു തുടങ്ങി, എൻ്റെ കയ്യിൽ അഡ്വൈസും ഒക്കെ കിട്ടിയതായിട്ടാണ് ഞാൻ ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ അതോടൊപ്പം നിങ്ങളെയും കൂടി ആ ഒരു സക്സസിലേക്ക് എത്തിക്കാൻ വേണ്ടി AZB എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം എന്താണ് നിങ്ങളോടൊപ്പമുണ്ട്. ഇപ്പോഴേ തുടങ്ങുക, ഒട്ടും വൈകിട്ടൊന്നുമില്ല. ആദ്യത്തെ പടിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ പടിയിൽ നിന്ന് തുടങ്ങി എന്താണ് എക്സാം ആവുമ്പോഴത്തേക്ക് ലാസ്റ്റ് സ്റ്റെപ്പിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഈ എക്സാമിനുള്ള എല്ലാ പൂർത്തീകരണവും പൂർത്തിയാക്കിക്കൊണ്ട് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ എക്സാം എഴുതാൻ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി നമ്മൾ എക്സാം എഴുതി നമ്മൾ ആ സക്സസിലേക്ക് എത്തുകയാണ്. ഓർക്കുക, നോക്കിക്കുക, 2023 ഈ നടന്നുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. 2023 ഡിസംബറിലാണ്. ഏകദേശം ഒരു 6-7 മാസം ആയപ്പോഴേക്കും എന്ത് ചെയ്തു, എക്സാം നടത്തി, ലിസ്റ്റ് വന്നു. അപ്പൊ ആ ലിസ്റ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്ക് അഡ്വൈസ് ഒക്കെ പോയി കുറെ പേര് ജോലിയിലൊക്കെ കയറിയിട്ടുണ്ട്. ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. ഒട്ടും വൈകിട്ടൊന്നും ഇല്ല, നമ്മളിപ്പോഴേ പഠിച്ചു തുടങ്ങുക. നമ്മൾ ചെറിയ രീതിയിൽ പഠിച്ച് ഒട്ടും സമയം കഴിഞ്ഞിട്ടും ഇല്ല. വരാൻ ഇനി നമ്മുടെ മുന്നിൽ ഏകദേശം 1.5 വർഷത്തോളം ഇരിപ്പുണ്ട്. 1.5 വർഷമുണ്ട് നമുക്ക് മുന്നിൽ പഠിക്കാൻ. ഇപ്പോഴേ തുടങ്ങിയാൽ എന്ത് ചെയ്യാം, നമുക്കത് ഒരു ഫലപ്രാപ്തിയിൽ അതിൻ്റെ ആ ഒരു സക്സസിൽ എത്താൻ വേണ്ടി നമുക്ക് ടൈമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിട്ടയായിട്ടുള്ള ആ ഒരു പഠനം, ഇപ്പോഴേ സിലബസ് നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് കയ്യിൽ എടുക്കുക. സിലബസിന്റെ ആ ഒരു പേപ്പർ പ്രിന്റ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിൽ സൂക്ഷിച്ചിട്ട് ഓരോ സിലബസ് ഒരു ദിവസം ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ കാര്യങ്ങൾ വീതം, ഒരു 5 കാര്യങ്ങൾ വീതം ഒരു ദിവസം പഠിച്ചു പോവുക. അപ്പോഴേക്കും സിലബസ് എക്സാമിനൊക്കെ മുൻപേ നമുക്ക് കവർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, റിവിഷൻ ഒരു 2-3 റിവിഷൻ ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ SCERT പാഠപുസ്തകമൊക്കെ മാറിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, പഴയ പാഠപുസ്തകങ്ങളും പഠിക്കണം, മാറിയ പാഠപുസ്തകങ്ങളും പഠിക്കണം. 6ാം ക്ലാസ് 5 എന്നൊക്കെ ഉള്ളതിന്റെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്. അധികം കണ്ടന്റ് സോഷ്യലിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സയൻസിൽ കണ്ടന്റ് കുറച്ചിട്ട് സോഷ്യലിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പൊ പഴയതും പുതിയതും കൂടി കണക്ട് ചെയ്ത് പഠിച്ചു പോവുക. ഒരേ ലെവലിൽ പോകുമ്പോൾ അതിൽ തന്നെ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കുക. സ്വന്തമായി നോട്ട്സ് ഉണ്ടാക്കി അതിന്റെ കുറച്ച് ഒരു 10 ക്വസ്റ്റ്യൻസ് വീതം എന്ത് ചെയ്യുക, പഠിച്ച ഭാഗത്ത് നിന്നുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് വീതം
പ്രിപ്പയർ ചെയ്ത് അതൊന്ന് റിവിഷൻ ചെയ്ത് പോവുക. ഓരോ ദിവസവും ഇങ്ങനെ റിവിഷൻ ചെയ്ത് പോകുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മുടെ മെമ്മറിയിലേക്ക് എത്താനുള്ള ഒരു കാര്യമായി, ഒരു സഹായമായി അല്ലേ. അതുപോലെ തന്നെ പാഠപുസ്തകങ്ങളിൽ NCERT ടെക്സ്റ്റ് +1 +2 ടെക്സ്റ്റുകളും എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പഠിക്കുകയും കൂടി ചെയ്യുക. കാരണം കഴിഞ്ഞ വർഷം നമുക്കറിയാം നടന്ന പരീക്ഷ എത്രമാത്രം ടഫായിരുന്നു എന്ന് സിലബസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സിലബസിൽ നിന്ന് കുറേയേറെ കാര്യങ്ങൾ SCERT ടെക്സ്റ്റ് പഠിച്ചുകൊണ്ട് പോയ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് 10 വരെയുള്ള പാഠപുസ്തകം പഠിച്ചിട്ട് പോയ കുട്ടികൾക്കാണ് അബദ്ധം പറ്റിയിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വർഷം എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ചാടി അപ്പുറം കടക്കണമെന്ന് വിചാരിച്ച കുട്ടികളെയൊക്കെ മൈനസ് അടിച്ച് എന്ത് ചെയ്തു, താഴെ വീണുപോയി. അവർക്ക് ലിസ്റ്റിൽ പോലും തൊടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. അപ്പൊ ഇപ്രാവശ്യം അതെല്ലാം നമ്മുടെ വീഴ്ചകളൊക്കെ എപ്പോഴും നമ്മുടെ അനുഭവങ്ങളാണ്. നമുക്കുണ്ടാകുന്ന താഴ്ചകളെല്ലാം നമുക്കുണ്ടാകുന്ന തിരിച്ചടികളെല്ലാം നമുക്ക് സക്സസിലേക്കുള്ള ഓരോ പാഠങ്ങളാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ പഠനം ഇപ്പോഴേ തുടങ്ങുക. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് ലിസ്റ്റിൽ കയറണം, ജോലി വാങ്ങിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളെയൊക്കെ ആ PSC ഒറ്റ ദിവസം LPSCയുടെ പരീക്ഷ വെച്ച് എന്ത് ചെയ്തു, അവരുടെ സ്വപ്നങ്ങളെയൊക്കെ അങ്ങ് തകർത്തെറിഞ്ഞു. പക്ഷെ ആ സ്വപ്നങ്ങളൊക്കെ ഇപ്പോഴും സ്വപ്നം കാണും തോറും സ്വപ്നങ്ങളാണ് നമ്മുടെ വിജയത്തിന്റെ പടിവാതിൽ എന്ന് പറയാറുണ്ട്. നിങ്ങൾ സ്വപ്നം കാണുക, നിങ്ങളുടെ മുന്നിലേക്ക് ആ ഒരു അഡ്വൈസുമായിട്ട് ആ ഒരു പോസ്റ്റ്മാൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ നിരന്തരം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത്, എൻ്റെ മോളൊരു ഗവൺമെന്റ് അധ്യാപികയാണ്, എൻ്റെ മോനൊരു ഗവൺമെന്റ് അധ്യാപകനാണ്, അല്ലെ എൻ്റെ ഭാര്യ ഒരു ഗവൺമെന്റ് അധ്യാപികയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഒരു ഗവൺമെന്റ് അധ്യാപകനാണ് എന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു അഭിമാനം, നമ്മളെ ഓർത്ത് അവർക്ക് ലഭിക്കുന്ന ആ ഒരു അഭിമാനം എന്താണെന്നുള്ളത് അന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. യോഗ്യതയിലൊന്നും മാറ്റമില്ല, സിലബസ് ഒന്നും മാറിയിട്ടില്ല. ആ പഴയ സിലബസ് തന്നെ ഇപ്പോഴേ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ LPSC എന്നുള്ള ആ ഒരു വാതിൽ തുറന്ന് കിടക്കുകയാണ്. ഉറപ്പായിട്ടും നമുക്ക് സക്സസ് ആവാൻ പറ്റും. ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ പറ്റും. അതിന് നിങ്ങളോടൊപ്പം എന്നും ഞങ്ങൾ AZB അക്കാഡമി എന്ന് പറയുന്ന ഈ വലിയൊരു പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് പഠന സംബന്ധമായിട്ട് നിങ്ങൾക്ക് LPSC UPSCയുമായിട്ട് എന്ത് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, അതെല്ലാം മാറ്റി നിങ്ങളുടെ നിങ്ങളുടെ കരിയറിനെ, നിങ്ങളുടെ ആ ഒരു നേട്ടത്തെ ഞങ്ങൾ എന്ത് ചെയ്യും, സക്സസ് ആക്കി തരാൻ വേണ്ടി ഞങ്ങൾ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു പോസിറ്റീവ്, ഞങ്ങൾ തരുന്ന ആ ഒരു പോസിറ്റീവ് സൈഡായിട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു സക്സസിനെ പറ്റി നിങ്ങൾ ഇപ്പോഴേ ഇങ്ങനെ ഓർക്കുക. ഓർത്ത് എന്ത് ചെയ്യുക, ഇവിടുത്തെ ഞങ്ങളുടെ ആ ഫ്ലെക്സിനകത്തൊക്കെ നിങ്ങളുടെ ഓരോ പേരുകളും ഓരോ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വെക്കുന്നതൊക്കെ നിങ്ങൾ ഓർക്കുക. എന്നും നിങ്ങൾ AZB അക്കാഡമിക്ക് അഭിമാനമുള്ള കുട്ടികളായി ഉദ്യോഗാർത്ഥികളായി മാറാൻ ഞങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്രാവശ്യത്തെ വരാനിരിക്കുന്ന LPSC UPSCയിൽ ആ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ച്, വെറുതെ ലിസ്റ്റിൽ വന്നിട്ട് കാര്യമില്ല, ജോലിയിലേക്ക് കയറാനുള്ള ഭാഗ്യം സർവേശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഓക്കെ, നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് അല്ലെങ്കിൽ കാണാം. ഓക്കെ, ബൈ.